അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ അതെ ലുക്കിലെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു RC200, ഒരു BS4 RC200 കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു MG Vlogs. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ബൈക്ക്. ഇതൊരു BS4 RC200 കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്കും അല്ലറ ചില്ലറ പരിപാടി ഇത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം എന്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാങ്കിലും അതുപോലെ തന്നെ ഈ കിറ്റിലും ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ വർക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ കിറ്റും അതുപോലെ തന്നെ അണ്ടർബെല്ലി കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കേട്ടോ. പെട്ടെന്ന് ഈ സ്റ്റിക്കർ ഇരിക്കുമ്പോൾ നമുക്ക് സ്റ്റോക്ക് അല്ലാന്ന് തോന്നും, പക്ഷേ ഇത് സ്റ്റോക്കാണ്. ഇത് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ പഴയ ഒരു ലുക്ക് കേട്ടോ. ആ ഒരു ലുക്കിൽ നിന്നാണ് ഇത് ഇപ്പോൾ കാണുന്ന ഈ ഒരു ലുക്കിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ ടയർ നേരത്തെ ഓറഞ്ച് ആയിരുന്നു വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് അടിച്ചു. അത് ഫ്രണ്ടും റിയറും ടയർ നമ്മൾ ബ്ലാക്ക് അടിച്ചു. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇതിന് ഏറെക്കുറെ ഒരു 7 to 8K അടുത്തായിട്ടുണ്ട് ഈ ഫുള്ള് വർക്കിന്. പിന്നെ അത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു മിറർ ആട്ടോ. ഈ രണ്ട് മിററും ഇതിൻ്റെ അല്ല, നമ്മൾ പഴയ 390യുടെ മിറർ കയറ്റിയൊക്കെയാണ്. അതുപോലെ തന്നെ ബാക്കിൽ ടെയിൽ ടൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബ്രിഡ് സ്റ്റോണിൻ്റെ റെഡ് ബുള്ളിൻ്റെയൊക്കെ കുറച്ച് റേസിങ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. റിയറിലോട്ട് വരികയാണെങ്കിൽ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെയിൽ ടൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെയാണ് നമ്പർ പ്ലേറ്റും ഫിക്സ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കിലെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ സിംഗിൾ യൂസ് ആണ്, ബാക്കിലാരും ഇരിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, സിംഗിൾ റൈഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് റിമൂവ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും റിയറിലും ചെയ്തിട്ടുള്ള ടയറെന്ന് വെച്ചാൽ ടയർ നമ്മൾ റീസെൻ്റായിട്ട് മാറ്റിയത് കേട്ടോ. ആ ടയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളോയുടെ ആൽഫ H1 എന്ന് പറഞ്ഞിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടയറാട്ടോ. ടയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീലിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കർ അടിച്ചിട്ട് അതേ KTM എന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഡുക്കാട്ടിയിലൊക്കെ സ്റ്റോക്കായിട്ട് വരുന്ന പിൻട്രസ്റ്റഡ് ഗ്രാഫിക്സ് ആണ്. അത് നമ്മൾ RC ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടോ. ഇതുമായിട്ട് മാച്ച് ആവാൻ വേണ്ടി തന്നെയാണ് വണ്ടിയുടെ കളറും ആ ഒരു രീതിയിൽ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം മാരകമായിട്ടുള്ള ലുക്കായിട്ടുണ്ട് വണ്ടി. ഇതേപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. സംഭവം സ്റ്റോക്കാണ്. ചെയ്തിട്ടുണ്ട്. അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം മാരകമായിട്ടുള്ള ലുക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ജസ്റ്റ് ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെൽ ബട്ടനെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒരു കിടിലം വ്ലോഗ് കാണുന്നവരേക്കും ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്ന RC കേട്ടോ. ഈ ഒരു പ്ലേസ് ഉണ്ടോ, നമ്മൾ എവിടെ വന്നാലും അന്യായ വൈബായിരിക്കും. അതുപോലെ ഇതാണ് നമ്മുടെ RCയുടെ ഓണർ. അതുപോലെ വിശാലുണ്ട് കേട്ടോ. വിശാൽ നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ജയകൃഷ്ണൻ മെയിനാണ് കേട്ടോ. RCയുടെ ഗിംബൽ ഷോട്ട് എടുക്കുന്ന നമ്മുടെ വിശാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിന്ന് തെറ്റിപ്പോയി വണ്ടിയുടെ ഓണറിൻ്റെ Instagram ID കേട്ടോ. അപ്പോൾ ഈ ഒരു